ജയിച്ച കൊല്ലമായിരുന്നു അത്. മുറിക്കാനുള്ള കുരിശപ്പം അമ്മച്ചി മേശപ്പുറത്ത് എടുത്തു വെച്ചതേ ഉള്ളായിരുന്നു. ചരുവത്തിലെ കുറുക്കുപാലിൽ പാളയംകോടൻ വട്ടങ്ങൾ പൊങ്ങിയും താഴ്ന്നും കിടന്നു. അത് കണ്ട് അനിയൻ മാത്തൻ കൊതിവെള്ളം ഒച്ചയിട്ടിറക്കി. ഇതെന്നാ കൊതിയാടാ മാത്താന്ന് വല്യമ്മച്ചി വാത്സല്യപ്പെട്ടു. ഉറക്കെ പൊട്ടിച്ചിരിച്ച് നനഞ്ഞ മുടി ഒന്നൂടെ തോർത്തി ഒതുക്കി അപ്പോഴത്തേക്കും അപ്പൻ ഇറങ്ങി വന്നു. ലില്ലിക്കൊച്ചെ, നീ ആ പുറപ്പാടിന്റെ പുസ്തകമെടുത്ത് നമ്മുടെ വലിയ കാർന്നവന്മാരുടെ ആദ്യ പെസഹായുടെ കഥയൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് അപ്പൻ പറയുന്നത് കേൾക്കാൻ കാത്തിരുന്ന വണ്ണം ലില്ലിക്കുട്ടി താളായ താളെല്ലാം മഞ്ഞിച്ച വേദപുസ്തകം തുറന്നു. അന്നേരമാണ് വടക്കേലെ വേണുച്ചേട്ടായി ഓടിപ്പാഞ്ഞു കയറി വന്നതും അപ്പനെ മുറ്റത്തോട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയതും. തിരിച്ചു കയറി വന്ന അപ്പന്റെ മുഖത്തെ പന്തികേട് കണ്ട് ലില്ലിക്കുട്ടി വായന നിർത്തി.